ബോഡി എവിടെ ഹാങ് ചെയ്തിരുന്നു? അവിടെയാണ് സാർ. ഭദ്രൻ സാർ, ഡെഡ് ബോഡിയിൽ നിന്ന് കണ്ടെടുത്ത കത്താണ്. കൈമളിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ ശ്യാംപ്രകാശ് എന്നെ ഒരു കരുവാക്കിയതാണ്. ശ്യാംപ്രകാശ് പറഞ്ഞതനുസരിച്ചാണ് മോഹൻ എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു നാടകം കളിക്കാൻ ഞാൻ നിർബന്ധിതയായത്. മോഹൻ തികച്ചും നിരപരാധിയാണ്. അയാളെ ഇത്രത്തിൽ ക്രൂശിക്കുന്നതിൽ മനം കൊണ്ടാണ് ഇങ്ങനെയൊരു കൃത്യം ഞാൻ ചെയ്യുന്നത്. എന്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും എന്ന് ഗീത. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും സ്റ്റേറ്റ്മെന്റ്സ് വാങ്ങണം. ശരി സാർ. സംഭവം നടക്കുമ്പോൾ മോഹൻ ബോംബെയിലായിരുന്നു എന്ന് വാദിക്കാൻ പോണെന്നാണ് വക്കീൽ പറഞ്ഞത്. അതിനുള്ള തെളിവുകൾ ഒപ്പിച്ചോളാമെന്ന് അയാൾ ഏറ്റിട്ടുണ്ട്. സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഈ വാദിക്കാൻ പോകുന്ന പോയിന്റുകളെല്ലാം ഫോർസീവ് ചെയ്യാൻ കഴിവുള്ളവനാ പ്രകാശ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ? പ്രകാശ്, കാണിച്ച സന്മനസ്സിന് നന്ദി പറയാനാ വന്നത്. പ്രകാശ്, സത്യമായിട്ടും ഞങ്ങൾ എല്ലാം മറന്ന് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നതാ. ഇങ്ങനെയെല്ലാം വരും. മിണ്ടിപ്പോകരുത്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഷോക്കുകൾ? കണക്കുകൾ തീർക്കാൻ എനിക്കും അവകാശമുണ്ട്. മറക്കണ്ട, പേടിക്കണ്ട. വയലൻസ് അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. അത്ര പെട്ടെന്ന് നിങ്ങളൊന്നും മരിക്കാനും പാടില്ല. നിയമമാണ് എന്റെ ആയുധം. ഇത്രയും നാൾ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന അതേ നിയമം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിപ്പിക്കും. നമ്മുടെ ബാറ്റിൽ ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. ഈ നിയമയുദ്ധത്തിൽ പരമാവധി ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും. അതുവരെ എനിക്ക് വിശ്രമമില്ല. ഇതെന്റെ പ്രതിജ്ഞയാണ്. ഇറ്റ്സ് മൈ പ്ലെഡ്ജ്. പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അഡ്വക്കേറ്റ്സിനെ വരുത്തി എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. നിയമത്തിന്റെ കളി വളരെയധികം കളിച്ചിട്ടുള്ളവനാണ് ഞാൻ. I know how to fight and win this case. This is my challenge. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റേതും ഒരു പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് മിസ്റ്റർ പ്രകാശ്. പക്ഷേ ഇത്തരം ട്രാൻസ്ഫറുകളൊന്നും എന്നെയും രാജശേഖരനെയും പോലുള്ള ഒരു മുറയിൽ തകർക്കുകയില്ല. മിസ്റ്റർ പ്രകാശ്, കൈമലിന്റെ ആൾക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങേരുടെ ഓപ്പറേഷൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള റിപ്പോർട്ട് എന്നെ ഏൽപ്പിച്ചിട്ടാണ് രാജശേഖരൻ പോയത്. രാജശേഖരൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഗീതയുടെ മരണം ഒരു മർഡർ ആണെന്നും കൈമളിന്റെ ആൾക്കാരാണത് ചെയ്തിട്ടുള്ളത് എന്നതിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ബട്ട് പ്രകാശ്, കുറച്ചുകൂടി തെളിവുകൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയി മൂവ് ചെയ്യാൻ പറ്റൂ. തെളിവുകൾ എത്ര വേണമെങ്കിലും ഞാൻ തരാം സാർ. മർഡർ നടന്ന സ്പോട്ടിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ് മോഹന്റേതാണെന്ന് ഞാൻ നിഷ്പ്രയാസം തെളിയിച്ചു തരാം. ഗീത എഴുതി എന്ന് പറയപ്പെടുന്ന എഴുത്ത് വ്യാജമാണ് സാർ. കൈയക്ഷരം ഇത്രയും മനോഹരമായി ഫോർജ് ചെയ്യാൻ കഴിവുള്ള ഒരാളെ ഈ നാട്ടിലുള്ളൂ, അനന്തകൃഷ്ണൻ. 2 ദിവസത്തിനകം അയാളെ സാറിന് മുമ്പിൽ ഹാജരാക്കാൻ എനിക്ക് കഴിയും. വെരി ഗുഡ്. അതൊരു നല്ല ഐഡിയ ആണ്. Then proceed that way, Mr. പ്രകാശ്.
ധൈര്യമായിരിക്കൂ. ഐ വിൽ ബി വിത്ത് യു. താങ്ക് യു സർ. സാറ് അമ്മ മേലെയുണ്ട്. മേ ഐ കമിൻ സാർ? യെസ്. സാർ, എനിക്ക് മാപ്പ് തരണം. സാർ, പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോ ഞാൻ അവരുടെ വലയിൽ വീണുപോയി സാർ. ഗോപാലകൃഷ്ണൻ ഇരിക്കെ. സാർ, ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്യാനും എനിക്ക് സാധിക്കും സാർ. ഗീതയുടെ കൊലപാതകത്തെക്കുറിച്ചും ജികെയുടെ കള്ളക്കളികളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഞാൻ തരാം, തെളിവ് സഹിതം. അത് സാറിന് കേസ് വാദിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. യെസ്. ഈ കാർ ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ കാര്യം? നിങ്ങളുടെ ജൂനിയർ ആയിരുന്ന മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ഇന്നലെ രാത്രി നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതായി അയാളുടെ അമ്മ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയെന്നോ? വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. ഇതാ വാറന്റ്. You are under arrest. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തോട് യോജിക്കുവാൻ കഴിയുന്നില്ല. പ്രതിക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലുള്ള പ്രാഗൽഭ്യവും കണക്കിലെടുത്ത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ 437 പ്രകാരം പ്രതി ശ്യാം പ്രകാശിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. പ്രകാശ്, അതെ, ഞാൻ തന്നെ. പുതിയ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുകയാണല്ലേ? കൊലക്കേസിൽ കുടുക്കി എന്നെ എന്നേക്കുമായി അങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? മനസാക്ഷിയില്ലാത്ത റാസ്കൽ. ഓരോ പ്രാവശ്യവും തന്നെയും തന്റെ മകനെയും ജയിലിലാക്കാൻ നോക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം. പ്രകാശ്, നിങ്ങൾ ശബ്ദിച്ചു പോകരുത്. ചതിയുടെയും വഞ്ചനയുടെയും അടിത്തറയിലാണ് താൻ തന്റെ അധോലോക സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓരോരോ തിരിമറിക്കും അപ്പപ്പ കാശ് വാങ്ങിച്ച് സർക്കാരിനെ സേവിക്കുന്ന മാന്യൻ അധികാര കസേര ഉറപ്പിച്ചു നിർത്താനായിരിക്കും ഈ തെണ്ടികളുടെയൊക്കെ പാവസേവ സാർ നടത്തുന്നത്.
പകൽക്ക് എത്രയും പെട്ടെന്ന് വേറെ ചെറുക്കനെ അന്വേഷിച്ചോണം. ഇവനുമായിട്ടുള്ള വിവാഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഗോപാലകൃഷ്ണന്റെയും ഗീതയുടെയും കൊലപാതകങ്ങളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ 2 കൊലപാതകങ്ങളും നടത്തിയത് ആരാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ഡേർട്ടി ടാറ്റിക്സിനാണ് ഭാവമെങ്കിൽ ചോരക്കളി എനിക്ക് വശമില്ലെന്ന് ആരും കരുതണ്ട. ഒരു പുതിയ ശ്യാംപ്രകാശിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഓർത്തോളൂ. ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പേ അമ്മ പേഷ്യന്റ് റെസ്റ്റ് എടുക്കട്ടെ. ഇഫ് യു ഡോണ്ട് മൈൻഡ് സിസ്റ്റർ, ടേക്ക് കെയർ. യെസ് ഡോക്ടർ.